നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന ടാഗ് ലൈനോട് കൂടിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. ടാഗ് ലൈനിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെയൊക്കെ സങ്കല്പ കഥകളിൽ പോലും നമുക്ക് ഇത്തരത്തിലൊരു ജീവിതം ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ജീവിതം ജീവിച്ച് തീർത്ത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളാണ് നജീബ് ഖാൻ. എങ്ങനെയായിരുന്നു അങ്ങനെ റിയാദിലായിരുന്നു അല്ലേ? റിയാദിലേക്ക് എങ്ങനെയായിരുന്നു പോയത്? എങ്ങനെയായിരുന്നു അവിടേക്കുള്ള യാത്രയൊക്കെ? ഞാനിവിടെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ച് ഇങ്ങനെ ഒരു പരുവത്തിന് കുടുംബം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കല്യാണമൊക്കെ കഴിച്ച് ഒരു കുട്ടി വയറ്റിലായി. അങ്ങനെ പിന്നെ ജീവിതത്തോട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയപ്പോഴാണ് 5 സെൻറ്റ് സ്ഥലം ഞാൻ വിറ്റിട്ട് ഇതുപോലെ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിലൊക്കെ പോയി വലിയ വലിയ വീട് വെച്ചിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളവരുടെ നല്ലൊരു മനസ്സോടുകൂടി പോയതായിരുന്നു. അങ്ങനെ ബോംബെയിൽ പോയി അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി. ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഒരു അടുത്ത് പാസ്പോർട്ട് ചോദിച്ചു. ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അങ്ങനെ എന്നെ അങ്ങ് കൊണ്ടുപോകാനും അർബാബ് വന്ന് പക്ഷേ പിന്നാണ് ഞാൻ എൻ്റെ സ്വന്തം അർബാബ് അതല്ലായിരുന്നു. ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഞാനിവിടുന്ന് അങ്ങനെ വിസയിൽ പോകണമെന്ന് പറയുന്നത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോകുന്നത്. എന്നിട്ട് 55,000 രൂപ കൊടുത്താൽ പോകും. അങ്ങനെ പിന്നെ ഈ ആൾ മരുഭൂമിയിലോട്ട് തന്നെ ഈ രാത്രി സന്ധ്യ കഴിഞ്ഞു. അങ്ങനെ മരുഭൂമിയിൽ കൂടി വണ്ടി ഓടുക. അങ്ങനെ ഓടി 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 പോയിട്ട് ഒന്നും എത്തിപ്പെടുന്നില്ല. ഞാൻ തന്നെ എൻ്റെ മനസ്സിലെന്തായാലും ഇങ്ങനെ അതുകൊണ്ടൊക്കെ പോലെ അങ്ങ് തോന്നുവാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഗൾഫിലോട്ട് വന്നിട്ടുണ്ടല്ലോ, ഇവരൊക്കെ ഇത് എവിടെയാണ്? ഒന്നും ബിൽഡിങ് കാണുന്നില്ല, ആൾക്കാരെ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വെറും മരുഭൂമി കൂടി വണ്ടി ഓടുക. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സന്നേരം അങ്ങ് ഭയങ്കര വിറയൽ പോലൊക്കെ അങ്ങ് ആയി. കാരണം പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി പെട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതേപോലെ തന്നെ ഒരു കുറച്ച് ഓടി. പിന്നെ എൻ്റെ ടൈമും എല്ലാം വിട്ടുപോയി. എനിക്ക് സമയം ഒന്നും നോക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നല്ലോ, വാച്ചൊന്നുമില്ല. പിന്നെ അങ്ങനെ പോയി ഒരു 700 ആടും 10-20 ഒട്ടകവും ഇങ്ങനെ നിൽക്കും. അപ്പോഴേ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് ഇതായിപ്പോയി. കാരണം ഞാൻ പെട്ടുപോയെന്ന് അന്നേരം എൻ്റെ ചിന്തയായി. പിന്നെ ഞാൻ കരയാൻ തുടങ്ങിയാണ്. വാവേ ഞാൻ കരഞ്ഞു, ഇനി ഞാൻ പെട്ടുപോലെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഇവിടുന്ന് എന്നുള്ള ചിന്ത. അപ്പോൾ അവിടെ പാസ്പോർട്ട് ഇയാളെൻ്റെ അങ്ങ് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവിടെ ഒരു ഭീകര ജീവിയപ്പോൾ ഒരാൾ നിൽക്കുന്നു. പാടിയും ഇതെല്ലാം വളർത്തി അയാളെ കാണാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുന്നു. അന്നേരം ഒന്നാളെ കണ്ടപ്പോൾ ഒന്നുകൂടെ കരച്ചിലായി. ഇതുപോലെ തന്നെ ഞാനും ആകുമെന്നുള്ളൊരു മനസ്സിനങ്ങ് പിന്നെ അങ്ങ് ഇതായി. പകുതി ജീവൻ പോയതുപോലെ ആയിപ്പോയി. അങ്ങനെ ഈ പിന്നെ ഇയാളത്ത് രാത്രിയായെന്ന് നിലവിലിട്ടി. അന്നേരം അയാൾ അവിടെ പോയി കിടന്നു. അയാൾ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തന്നെ വേറൊരു കട്ടിലും കിടപ്പുണ്ട്. ഈ മരുഭൂമിയിൽ തന്നെ കിടക്കുവാണ്, വല്ല റൂമൊന്നുമില്ല. ഈ അറബി എന്ന് പറയുന്ന ഒരു ടെൻ്റുണ്ട്, അതിനകത്ത് ഇരിക്കുക. അങ്ങനെ ഞാൻ പിന്നെ കരഞ്ഞ് അന്നേരം ഇയാൾ പിന്നെ കൊണ്ടുവിട്ട കാര്യങ്ങളൊന്നും ചോദിച്ചൊന്നുമില്ല. അറബിയും ചോദിച്ചില്ല, ഇയാളൊന്നും ചോദിച്ചില്ല. എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കാറായപ്പോൾ ഇയാളെ കണ്ടില്ല, ഈ മറ്റേ ആളിനെ കാണുന്നില്ല. അന്നേരം എനിക്ക് ഇയാൾ എങ്ങോട്ട് പോയി? അയാളെ കണ്ടിട്ട് തന്നെ പേടി വരുന്നു. പിന്നെ അയാളെ കാണാനുമില്ല. അങ്ങനെ ഈ അറബിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് കുറച്ച് പാല് ആടിൻ്റെ പിഴിയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് പാല് പിഴിഞ്ഞിട്ടാണെങ്കിൽ പാല് വരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പോയിട്ട് ഇപ്പോഴും ഞെക്കിയിട്ടൊന്നും പാല് വരുന്നില്ല. അപ്പോൾ ഇവന് ചൂടാകാനായിട്ടുള്ള ഇത് തലയ്ക്ക് തട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞെക്കിയിട്ട് കിട്ടൊന്നും വരുന്നില്ല. പിന്നെ എനിക്ക് വയറ്റത്തിലെന്നും പറഞ്ഞ് ഞാനിഞ്ഞ് മാറി. അങ്ങനെ അവൻ കുറച്ച് പാല് അവൻ പിഴിഞ്ഞെടുത്ത് ഒരു ഇതിന് വെച്ച് ഒരു ഇതുണ്ട്, അതിനകത്ത് വെച്ച് കാച്ചി അവൻ കുടിച്ച്. നമുക്ക് ഈ സ്മെല്ല് കണ്ടിട്ട് തന്നെ ഇത് വരും. എന്നിട്ട് എനിക്ക് കുറച്ച് തന്നു. അത് പാലോട്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. ആ സ്മെല്ല് പാട്ടുണ്ട്. കുളിപ്പിക്കത്തൊന്നുമില്ലല്ലോ, ഇതിനകത്ത് കിടക്കുമല്ലോ ഇത്ര. അങ്ങനെ അത് പിന്നെ ഞാൻ കുടിച്ചതൊന്നുമില്ല, അതും കളഞ്ഞു. പിന്നെ ഈ ഉണങ്ങിയ കുബൂസും പിന്നെ സൈസൊക്കെ സാധനമൊക്കെ തന്നത് എങ്ങനെ കഴിക്കാനാണ്? ഞാൻ വീട്ടിലെ ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഒരു വിവരമൊന്നും അറിയിപ്പിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. കത്തെങ്ങാണ് അയച്ച് അത് 1 മാസം കൊണ്ടൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ സമയമായിരുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ മാനം മുട്ടിക്കിടക്കുന്ന പോലെ തോന്നുവാണ്. അതുപോലുള്ളൊരു മരുഭൂമിയാണ്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും കൊണ്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നെ ജ്യേഷ്ഠൻ അറബിയുണ്ട്. അയാളാണ് ഇതിനെ സെയിൽ ചെയ്യാൻ പോകുന്നത്. ആടിന് സെയിൽ ചെയ്യാൻ ഇതിനെ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് വലുതാവും. അങ്ങനെ കൊണ്ടുപോയി സെയിൽ ചെയ്യുവാണ്. അത് ഒരു ദിവസം ഇതുപോലെ രാവിലെ ഈ ആടുകളെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു.
അവന് ഒരേ അറബിയിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അറബി വെളുത്തേനെ പറഞ്ഞപ്പോൾ ഞാൻ കറുത്തേനെ പിടിച്ചുകൊണ്ട് വന്നു. കറുത്തേനെ പിടിക്കാൻ പറഞ്ഞാൽ വെളുത്തേനെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്നലെ ഇവന് ദേഷ്യം കയറി എന്നെ അടിച്ച് തലക്കടിച്ച്. അപ്പം ഞാൻ കരയുക, ഞാൻ കരച്ചിലല്ലാതൊന്നുമില്ല. അതിനല്ലാതെ എന്ത് ചെയ്യാനാ, കരയാനും ഞാൻ ആ ദൈവത്തിനെല്ലാം വിളിച്ച് ഓരോ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോവാണ്. പിന്നെ 2 ദിവസം ഈ അടിയുടെ പേടി കൊണ്ട് ഞാൻ പിന്നെ അത് മനസ്സിലോർത്ത് ഇന്നാടാണെന്നുള്ള എൻ്റെ പേര് അറബിയിലുള്ള ഇങ്ങനെ പേരാണെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ അവൻ പറയുന്നതനുസരിച്ച് പിടിച്ചോട്ട് പോയി. നമ്മളിപ്പോൾ എന്തായാലും ചെന്ന് പെട്ടുപോയി. ഇനി അവൻ പറയുന്നതനുസരിച്ചേ പറ്റത്തുള്ളൂ. അത് കാരണം അവൻ്റെ കൈ, നമ്മുടെ പിടി അവൻ്റെ കൈ വീണ് പോകും. കാരണം നമ്മുടെ പാസ്പോർട്ട് അവൻ്റെ ഇരിക്കും. അതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ യാതൊരു മാർഗവും കാണുന്നില്ല. ഇപ്പം വണ്ടിക്കകത്ത് പാസ്പോർട്ട് ഇപ്പോൾ ഉണ്ട്, വണ്ടിക്കകത്താണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇവൻ എപ്പോഴും അവിടെ ഉണ്ട്, എടുക്കാൻ പറ്റത്തില്ല. അത് പാസ്പോർട്ട് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ചാടാൻ, അന്ന് തന്നെ ചാടാനുള്ള ആ വെപ്രാളം കടന്ന് കാണിച്ചു. പക്ഷേ ഇവൻ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ചാടാനൊക്കെ, അഥവാ പിടിച്ചു പോയാൽ ചിലപ്പോൾ അടിച്ചു കൊല്ലുകയെല്ലാം ചെയ്യത്തില്ല. അതുകൊണ്ട് ചാടിയില്ല. അങ്ങനെ പിന്നെ ഓരോ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പൈസ തരുന്നത്. അന്നേരം 1-2 മാസമായി. അന്നേരം പൈസ ഒന്നും ഇല്ല, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ നല്ല സെയിലിനാണ് ഇത് കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവൻ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇതേപോലെ ഇട്ടിരുന്ന് കുറച്ച് വർഷം ഇങ്ങനെ അവൻ്റെ ആ വികൃത രൂപമായി വരുമ്പോഴത്തേക്ക് അവൻ വേറെ ആളിനെ പിന്നെ പോയി കൊണ്ടുവരിക. അതാണ് അവരുടെ ഇയാളുടെ തൊഴിൽ. അത് കൂടെ ഉണ്ടായിരുന്ന ആള് ഓടിപ്പോവായിരുന്നോ ചെയ്തിരുന്നത്? ഉണ്ടായിരുന്നു. ഇയാൾ ഓടിപ്പോ എങ്ങനെ പോയെന്ന് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ അയാളവിടെ ഇല്ല. എങ്ങനെ പോയി, അയാൾ രക്ഷപ്പെട്ട് പോയതാണോ എങ്ങനെ പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് ഇല്ല, അവിടെ രക്ഷപ്പെട്ട് പോയതായിരിക്കും അയാള്. അവിടെ ഏറ്റവും അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏകാന്തതയായിരുന്നു. പറയാം, നമുക്കിപ്പോ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറ്റാനൊന്നും ആരുമില്ല. അപ്പൊ പുസ്തകം വായിച്ചവർക്ക് മനസ്സിലാവും. കുറച്ചുനാൾ കഴിഞ്ഞപ്പം ആടിനെ പോലെ ജീവിച്ചു, ആടുകളെ പോലെ രാവിലെ എണ്ണിക്കുന്നു, അവരുടെ കൂടെ തന്നെ ഇറങ്ങി. സ്വന്തമായിട്ട് അങ്ങനെ തന്നെ അറിഞ്ഞ് ഒരു വികാരങ്ങളൊക്കെ എങ്ങനെ പറയണമെന്നറിയാണ്ട് ആകെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ മാനസിക നില ആകെ തളർന്നു. ഇപ്പം സൈന്യത്തെ ആണെങ്കിൽ ഇവിടെ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പം പിന്നീടുള്ള സംഭവങ്ങളെല്ലാം ഒന്നും നമുക്കറിയാത്ത തികച്ചും ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ. പ്രവാസ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴായാലും നമ്മുടെ ആൾക്കാരൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഒരു പോസ്റ്റോ കോളോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു പേടി പോലെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും അവിടുത്തെ ആ രംഗങ്ങൾ ഇങ്ങനെ സമയത്ത് ഇങ്ങനെ ഓർക്കുമ്പോൾ ഫീലിംഗ് ഞെട്ടി ഉണരാറുണ്ട് ഞാൻ ഇപ്പോഴും. അന്നത്തെ ആ ഫീലിംഗ് ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ ഭീകര രംഗങ്ങളാണ് അവിടുത്തെ. പിന്നെ എൻ്റെ മക്കളെന്ന് പറയുന്നത്, എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ ആടുകളാണ്. അവരെയൊക്കെ പിന്നെ ഞാൻ ഒരേ പേരിട്ട് ഇങ്ങനെ വിളിക്കും. ഞാനൊരു ചുരുക്കം പറഞ്ഞാൽ എനിക്കൊരു ഇതേപോലെ ആയിപ്പോയി. പിന്നെ നമ്മളെ വീടും നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാതായി, ആൾക്കാരുമായി കാണാനൊക്കെ അതായി, എല്ലാം ഒക്കെ ആയപ്പോൾ പിന്നെ ഈ ആടാണ് നമ്മുടെ ഏക ആശ്രയം. അവനതിനകത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ദിവസം 10-200 ആടിനെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ആ മരുഭൂമി കൂടെ കറക്കി ഇങ്ങനെ കൊണ്ടു നടക്കും. ഒന്നും കഴിക്കാനൊന്നുമില്ല. എന്നെ കൂട്ടിയെന്നൊന്ന് എടുത്ത് നടത്തിക്കുന്ന പരിപാടിയാണ്. അത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്കി കുറച്ച് ദൂരെ 1-2 മണിക്കൂർ കൊണ്ട് കറക്കി അപ്പോഴത്തേന് വായിന്ന് പതയാടുക. കാരണം അത്രയ്ക്ക് കെടും ചൂടാണ്. മരുഭൂമിയുടെ കാര്യമൊന്നും പറയാനൊക്കത്തല്ലോ. എടുത്ത് ചുട്ടുപഴുത്ത മണല്ല. അതിനകത്തോട്ട് ഇതിനെ നടത്തിച്ച് കൊണ്ടുപോയി പിന്നെ ഇതിനെ വെള്ളം കൊടുത്ത്, വെള്ളവും ഉപ്പും ഗോതമ്പുമാണ് ഇതിന് തീറ്റി. അതിങ്ങനെ വണ്ടിക്കാർ പിന്നെ വണ്ടി അറബികൾ വന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് കൊടുക്കുന്നത് തീറ്റി. പിന്നെ ഈ സമയത്ത് ഇതിന് തീറ്റ കൊടുക്കണം. പിന്നെ എന്നിട്ട് ഭയങ്കര വെയിലല്ലേ, വെയിൽ കൊണ്ട് പോയി. എന്നിട്ട് ഈ അടുത്ത് ഒരു എന്തോന്ന് പോലെ ഉണ്ട്, ഷെഡ് പോലെ ഇങ്ങനത്തെ ഒരു പലകേടാണ്. അതിൻ്റെ അടുത്ത് പോയിരുന്നത് കുറച്ച് വെള്ളം കുടിക്കുന്ന കുറച്ച് വെള്ളം ഉണ്ട്. അത് കുറച്ച് കുടിക്കും. ചൂടാ വെള്ളത്തിന്. അങ്ങനെ കുടിച്ച് പതയാടുക വായിക്കൂടെ. അത്രയ്ക്ക് കടും ചൂടിനകത്ത് തന്നെ ഞാൻ മരിച്ചു പോകുന്ന വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം മരിക്കാനൊക്കെ ശ്രമിച്ചതാണ്. കാരണം നമ്മുടെ ജീവിതം പോയി. പിന്നെ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ലയോ, എനിക്ക് ആ കുട്ടി ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലോട്ട് വരുവാണ്. അങ്ങനെ ഞാൻ ഈ രാത്രിയൊക്കെ പിന്നെ കട്ടിലിൽ നിന്ന് ഇറങ്ങി താഴെ കിടക്കും. കാരണം പാമ്പൊക്കെ കടിച്ച് മരിക്കട്ടെ എന്ന് വെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ പാമ്പിനെ ഒരുപാട് ഞാൻ കൊന്നിട്ടുണ്ട് അവിടെ. ഈ ആടിനെ ഒരുപാട് ആടിനെ കൊന്നിട്ടുണ്ട് പാമ്പ്. ഭയങ്കര വിഷമാണ് അതിന് ഞാൻ ഈ അറബി ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വണ്ടി എൻ്റെ ജീപ്പിൻ്റെ ആ പ്രകാശം ഇങ്ങോട്ട് അടിച്ചാണ് ഇതിനെ നോക്കുന്നത് രാത്രിയൊക്കെ. അങ്ങനെ എൻ്റെ ഒരു വടി തരുവാൻ വണ്ടി ഓടിച്ചത് അങ്ങനെ ഒരുപാട് എന്തിനെ കൊന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അതെങ്കിലും ഒരെണ്ണം വന്നിട്ട് കടിച്ചെങ്കിലും മരിക്കാവുന്ന രീതിയിൽ താഴെ മാർക്കണം.
എന്നിട്ട് അതിനും പാമ്പിനും വേണ്ടേ. അങ്ങനെ അന്നേരം പിന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ രക്ഷപ്പെട്ടിങ്ങനെ വരും എന്നൊക്കെ ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ കിടന്നിട്ട് പോലും എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഈ പൊടിയൊക്കെ അടിച്ചാൽ പെട്ടെന്ന് പനിയും മറ്റേ തലവേദനയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അത് അന്ന് അവിടെ അതില്ല. അങ്ങനെ ഞാനൊരു ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് അല്ലെങ്കിൽ ഞാനൊരു പനിയോ തലവേദനയോ വന്നാൽ അവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളൂ. ആരറിയാനാ ഞാൻ അവിടെ ഉണ്ടെന്നുള്ള ഒരു ആർക്കും അറിയത്തില്ല. ഈ എയർപോർട്ടിൽ നിന്ന് എൻ്റെ കൂടെ എൻ്റെ അപ്പുറത്തുള്ളൊരു പയ്യനുണ്ടായിരുന്നു, ബോംബെ ഞാൻ കയറുമ്പോഴേ. അപ്പോൾ അവന് അബഹായ്ക്ക് പോകാൻ വന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇറങ്ങുന്നത് വരെ അവന് അറിയാം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനായിട്ടാണ് ഇവിടെ അറിഞ്ഞത്, ഞാൻ ഇതുപോലെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞത് ഒരു വിവരവും ഇല്ല. പിന്നെ കൂടെ വേറെ രണ്ടുപേര് തിരിച്ച് രക്ഷപ്പെടുന്ന അതെ ദൈവം കൊണ്ടുവന്നതാന്ന് തോന്നുന്നു. ഒരാളിനെ കൊണ്ടുവന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാൻ. രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് അത് അവർ വേറെ ഒരു മരുഭൂമി, എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുഭൂമിയാണെന്ന് തോന്നുന്നത്. അവിടെ നിന്നെങ്ങാണ്ട് വന്നാൽ പിന്നെ പൂരി വന്ന് എന്നെ കൊണ്ടുപോകുന്നു. അത് ഞാനൊരു പ്രതീക്ഷയില്ലായിരുന്ന സമയമാണ്. ഇങ്ങനെ രക്ഷപ്പെടുന്ന പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നപ്പോഴാണ് ഇങ്ങനെ വന്നിട്ട് ഇയാളെ ഞാൻ വന്ന് കൊണ്ടുവന്ന് ഓടി 1.5 ദിവസം ഓടി മരുഭൂമി കൂടെ. 1.5 ദിവസം ഓടിയാണ് റോഡ് കാണുന്നത്. ആ റോഡ് ചെന്നപ്പോൾ 5 ദിനാർ പുള്ളി വന്നു. അന്നേരം ആദ്യമായിട്ട് റിയാല് കാണുന്നു. 5 റിയാല് എന്നിട്ട് ദിനാറാണ് 5 ദിനാറ്. എന്നിട്ട് ഇവിടെ നിന്ന് വണ്ടിക്ക് കൈ കാണിച്ചു. പിന്നെ പോലീസൊക്കെ പിടിക്കും, വണ്ടിക്ക് കൈ കാണിച്ച് എൻ്റെ അറിയാമതൊക്കെ വണ്ടിക്ക് കൈ കാണിച്ച പോലീസ്. അങ്ങനെ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ചിട്ടൊന്നും നിർത്തുന്നില്ല. അപ്പം അങ്ങ് മുഷിഞ്ഞ ആകപ്പാട് മുഷിഞ്ഞ ഒരു വികൃത രൂപമായിട്ടുള്ളൊരു മനുഷ്യൻ ഞാൻ. ട്രെയിലർ കണ്ടിരുന്നു ആടുജീവിതത്തിൽ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാ തോന്നിയത്? സ്വന്തം ജീവിതം അതുപോലെയാണ് അത്രയും വികൃതമായിട്ട് പോയിരുന്നു അതിനെക്കാട്ടി വികൃതമാണ്. പക്ഷേ എടുത്തു വെച്ചതിനേക്കാളും ഞാനങ്ങ് പെൻസിൽ പോലെ ആയി. പെൻസിൽ പോയായിട്ട് ഇങ്ങനെ ആകപ്പാട് താടിയും ഇതൊന്നും. അന്ന് പിന്നെ ചെറുപ്പപ്രായതുകൊണ്ട് വലിയ ഇതൊന്നും എന്നാലും താടിയും പൂശാൻ താടിയായിട്ട് ഇങ്ങനെ നഖമൊക്കെ വളർന്ന് ആകപ്പാട് വികൃത രൂപമായിട്ട് മനുഷ്യനായിട്ടൊന്നുമല്ല. ഞാൻ അന്ന് അയാളെ കണ്ട അതുപോലെ ആയില്ലെങ്കിലും അതുപോലെ ആയി. അങ്ങനെ പിന്നെ വെള്ളം കുടിക്കാൻ വെള്ളമായിരുന്നു ഏക ആശ്രയം. ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ അറബിയുടെ ജ്യേഷ്ഠന് ഇദ്ദേഹത്തിന് ഒരാഴ്ചയിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഫുഡാണ്. അതിൽ നിന്നാണ് എനിക്കും തരുന്നത് ഈ കുബൂസൊക്കെ. അപ്പോൾ അവരതൊക്കെ കഴിക്കുന്നത് ശീലിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. നമുക്കത് പറ്റത്തില്ലല്ലോ. പിന്നെ ഇച്ചിരിയൊക്കെ കടിച്ച് പിന്നെ ഞാൻ എന്താടുത്ത് ഒരാടിനെ കുളിപ്പിച്ച് നല്ലപോലെ ഇതാക്കിയിട്ട് ഒരാടിനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ പാല് കാശി ഒരു ഇതുണ്ട്, ഒരടുപ്പുണ്ട് അതേ ഉള്ളു. അതിനകത്ത് വെച്ച് ഇതൊന്ന് പോലെ ഒരു കെറ്റിലുണ്ട്, അതിനകത്ത് വെച്ച് കാച്ചി അത് ഇച്ചിരി കുടിച്ച് കുബൂസ് മുക്കി കഴിക്കുന്നു. അതൊക്കെ അടിയോട്ടിട്ട് ഒന്നും പറ്റത്തില്ല. തിരിച്ചു പറഞ്ഞാൽ വീണ്ടും നമ്മളെ അടിക്കും, അല്ലെ കൊന്നു കളയും. പുള്ളി എന്തൊക്കെ തരത്തിലായിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഈ അർബാബ് എന്ന് പറയുന്ന? അത് നമ്മൾ ഇതുപോലെ ഈ ആടിനെയൊക്കെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തീറ്റ കൊടുക്കാനോ മറ്റോനൊക്കെ എന്തായാൽ അവൻ വളരെ ചൂടായിട്ട് കൂടുതലും തലയ്ക്കാണ് അടിക്കുന്നത്. ഒന്നും അടിച്ചേക്കുക. നമ്മൾ കരയാനല്ലാതെ ഒന്നുമില്ല. നമ്മുടെ ജീവിതം പോയെന്നുള്ള ചിന്ത നമ്മൾ ഇരിക്കുമല്ലേ. ഒരിക്കലും രക്ഷപ്പെടും, തിരിച്ചതുപോലെ വരും, ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് ഞാൻ ഇതുപോലെ എന്നാലും ഈ വീട്ടിലെ ഈ കാര്യമാണ് ഓർക്കുന്നത്. എൻ്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ലയോ, കുഞ്ഞുണ്ടായോ, എന്താ വന്നത്, ആ ഒരു ചിന്തയാണ്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, മരിക്കുന്നെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ, അറിയാതെ അങ്ങ് മരിച്ചു പോകുമല്ലോ. പിന്നെ രക്ഷപ്പെടുന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് നാട്ടിൽ വരാമെന്നുള്ളൊരു ചിന്തയും മനസ്സിലുണ്ട്. കാണുമെന്നുള്ള ഞാൻ ദൈവത്തിനെ വിളിച്ച് ഞാൻ കുഴഞ്ഞു. ഈ കടന്നുകൊണ്ട് ഇത് വിളിക്കാത്ത ദൈവങ്ങളില്ല. കാരണം അതുപോലെ വിളിച്ച് കരയുക. ഇന്ന് ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടും. ഇതേപോലെ തന്നെയാണ് വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. ഒരു പ്രതീക്ഷയിലായ സമയത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. നമ്മൾ ഈ MG യൂണിവേഴ്സിറ്റിയുടെ പുസ്തകം, MG യൂണിവേഴ്സിറ്റിയുടെ പാഠ്യാവലിയിൽ 18 വയസ്സ്, അതായത് നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന 18 വയസ്സ്. അപ്പം അവർക്കൊരു ജീവിത പാഠമായിട്ട് അവർ കാണിച്ചു കൊടുത്തിരുന്ന സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പുസ്തകം ആടുജീവിതമാണ്. അപ്പം അങ്ങനെ ചിലപ്പോൾ ജീവിച്ചു തീർന്നപ്പോൾ അന്ന് ചെറിയൊരു ജീവിതമായിരിക്കും. പക്ഷെ ഒരുപാട് ആളുകൾക്ക്
നാളെ ഒന്ന് ജീവിക്കാൻ എവിടെയെങ്കിലുമൊക്കെ വഴിമുട്ടി പോകുന്ന സമയത്ത് ഒരു പ്രചോദനമായിട്ടൊരു ജീവിത പാഠമായിട്ടാണ് ആടുജീവിതം എന്ന പുസ്തകത്തെ കാണുന്നത്. അങ്ങനെയൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴും അറിയുമ്പോഴും എന്താ തോന്നുന്നത്? അതുപോലെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാൻ അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജ് സാറിൻ്റെ നില ലോകം മൊത്തം അറിയാൻ പോവാണ്. ഇത് ഈ പുസ്തകം വായിച്ചതിന് എല്ലാവരും അറിഞ്ഞു. ഒരുപാട് പേര് ഒരു ദിവസം ഒരു 5 പേരെങ്കിലും എന്നെ വിളിക്കാത്ത ദിവസമില്ല. ഓരോ ആൾക്കാർ ഇതിനെപ്പറ്റി വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ഞങ്ങൾ അന്നേരം അവരൊക്കെ പറയും ഞങ്ങൾ ഇതുപോലെ സിനിമ കാണാൻ കാത്തിരിക്കുവാണ്, ജീവിൻ്റെ അതേ അങ്ങനത്തെ അവിടുത്തെ ആ ജീവിതത്തെ പറ്റി കാണാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെത്തിനിങ്ങനെ വിളിക്കുന്നത്. കുഴപ്പമില്ല, രക്ഷപ്പെടും, വിഷമിക്കരുത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആദ്യമായിട്ട് ആ പുസ്തകം വായിച്ചു തീരുമ്പോൾ കണ്ണു നിറയാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ആ പുസ്തകം വായിച്ചു തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിഷമം വരും. നമ്മളിങ്ങനെ ഒരിക്കലും ആലോചിക്കില്ല ഒരാൾക്ക് ഇങ്ങനത്തെ ജീവിതത്തിലൂടെ പോകണം. നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും എത്ര എക്സ്പ്രസ് ചെയ്താലും സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചാലും പുസ്തകത്തിലൂടെ വരച്ചെഴുതിയാലും ജീവിക്കുന്നവർക്ക് മാത്രമേ. സിനിമയായാലും നമ്മളിങ്ങനെ അതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. പുസ്തകമായാലും താങ്കളുടെ കഥ കേട്ട് അദ്ദേഹം ബെന്യാമിൻ സാർ എഴുതിയതാണ്. പക്ഷെ ജീവിക്കുന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ ഓരോ അണുവും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് പുസ്തകം കൈ കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു തോന്നിയത്? വായിച്ചു തീർന്നപ്പോൾ എന്താ തോന്നിയത്? അന്ന് ഞാൻ ബഹ്റൈനിൽ പോയപ്പോഴാണല്ലോ ഇത് ആദ്യമായിട്ട് പുസ്തകം അവിടെ പ്രകാശനം ചെയ്തപ്പോൾ എനിക്കാണ് പുസ്തകം ആദ്യമായിട്ട് തരുന്നത്. ഒരു പരിപാടി സ്ഥലത്തായിരുന്നു അന്ന്. പിന്നെ അന്ന് ഞാനിത് വായിച്ച് അങ്ങനെ ഞാനൊക്കെ അറിയുക അന്നേരം ഇത് എഴുതിയത് അതിൻ്റെ കറക്റ്റായിട്ട് അത് എഴുതി കരഞ്ഞ് പിന്നെ അത് ഞാൻ 2 ദിവസം കൊണ്ട് അത് വായിച്ച് തീർത്ത പുസ്തകം. അന്നേരം നല്ലപോലെ എഴുതിയിട്ടുണ്ടല്ലോ ഇത് പുസ്തകം. ഇങ്ങനെ എഴുതിയ കാഴ്ച അങ്ങനെ പോയതാണ്. പിന്നെ അന്നേരം നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ അന്നേരം അത് ഇറങ്ങിയെന്ന് തോന്നുന്നു ആ പുസ്തകം. നമ്മുടെ ഭാര്യയ്ക്കെങ്ങാണ് ഇതങ്ങനെ കിട്ടി. അന്ന് അവനോട് ഉണ്ടല്ലോ ഒരെണ്ണം. പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് അങ്ങനെ കൊടുത്തോളണം ഇവിടെ അല്ലാണ്ട് കൊടുത്ത് അങ്ങനെ വായിച്ച്. പിന്നെ അന്നേരം നമ്മുടെ ഭാര്യ ഇതെല്ലാം കറക്റ്റായിട്ട് അറിയുന്നത് ഈ സംഭവങ്ങളൊക്കെ. അന്ന് ഞാൻ ഇതുപോലെ ഞാൻ പെട്ടു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇതുപോലെ പീഡനങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ കരച്ചിലും ഇതൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു ഇവിടെ. ആടുജീവിതം എന്നുള്ള പുസ്തകം വായിച്ചായിരുന്നു അന്ന് കൈ കിട്ടി വായിച്ചപ്പോൾ എന്തായിരുന്നു അന്ന് തോന്നിയത്? അന്ന് തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ പുസ്തകം വായിച്ചാൽ ഞാൻ ശരിക്കും എല്ലാം അറിയുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എൻ്റെ അടുത്തൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനി എന്തിനാ അത് അറിഞ്ഞ് വിഷമിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞെന്ന്. പിന്നെ പുസ്തകം വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. എനിക്ക് പനിയായി, ഭയങ്കര വിഷമമായിരുന്നു. ഇത്രയൊക്കെ അനുഭവിച്ചല്ലോ. അതുവരെ നമുക്കറിയാം അത്ര അനുഭവമായിരിക്കും. അതല്ലേ ബോട്ടൊരു വിവരം പോലും ഇല്ല, ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. ഒന്നും ഇങ്ങനെയും ഒരു വിവരം അറിഞ്ഞിട്ടില്ല. നമുക്ക് അന്നേരം മനസ്സിലായി ഇത്രയൊക്കെ അനുഭവിച്ചത് കറക്റ്റാണ്. അവിടെ കിടന്ന് അനുഭവിച്ചിട്ട് ഉള്ളത് നമുക്ക് തീർച്ചയായും വിഷമമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു പുസ്തകം വായിച്ചത്. ബെന്യാമിൻ സാർ ആടുജീവിതം എന്നൊരു പുസ്തകത്തിലേക്ക് എങ്ങനെയാണ് നജീബിക്കാനെ എങ്ങനെയാണ് സാർ കോണ്ടാക്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു അത് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ഇവിടെ ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമത് പിന്നെ 5 വർഷം നാട്ടിൽ നിന്ന്. ഇന്നലെ നമുക്ക് വീടുമില്ല, ഒന്നുമില്ല. ജ്യേഷ്ഠൻ്റെ കൂടെ ഇന്ന് നിൽക്കുക അവിടെ അപ്പുറത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഭാര്യയുടെ ആങ്ങള ബഹ്റൈനിലുണ്ട്. അപ്പോൾ അവർ നമ്മളെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വിളിച്ച് പറഞ്ഞു ഇതുപോലൊക്കെ അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പിന്നെ അളിയനായിട്ട് ഫ്രീ വിസയായി കൊണ്ടുപോയി ബഹ്റൈനിൽ കൊണ്ടുപോയി. ബഹ്റൈനിൽ കൊണ്ടുപോയപ്പോൾ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ എന്ന് പറയുന്ന ഒരാൾ. മാവേലിക്കര സുനിൽ. പിന്നെ അങ്ങനെ ഞാനിതുപോലെ അവിടെ ചെന്ന് 2-3 ദിവസം അവിടെ അളിയൻ്റെ കൂടെ ഒക്കെ നിന്നിട്ട് അളിയൻ്റെ അവിടെ ചെറിയ സ്റ്റുഡിയോ നടത്തുക. അപ്പോൾ സുനിലേട്ടൻ സ്റ്റുഡിയോയിൽ അവിടെ വരും. ഇത് നമ്മുടെ കമ്പനിയാണ്. ഇന്നലെ ഞാൻ പുള്ളി US നേവിയിൽ ജോലി ചെയ്യുന്നത്. നല്ല ജോലിയാണ് പുള്ളി. അങ്ങനെ ഞാനിതുപോലെ ജോലിയുടെ കാര്യം പറഞ്ഞു. ഞാനിതുപോലെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നാൽ എനിക്ക് പണിയൊന്നുമില്ല. അന്നേരം സുനിലേട്ടൻ പറഞ്ഞു എൻ്റെ ഒരു ജോലിയുണ്ട്, പക്ഷേ നീ അത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു സുനിലേട്ടൻ ഞാൻ ചെയ്തുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം എന്താ പാടാന്ന് ചോദിച്ചു. അന്നേരമാണ് ഞാൻ ഈ കഥ പുള്ളി എടുത്തോട്ട് പറയുന്നത് ആദ്യമായിട്ട്. അപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. ഇവർ രണ്ടുപേരും US നേവി തന്നെ ജോലി. അപ്പോൾ ബെന്യാമിൻ സാർ ഒരു പുതിയ പ്രവാസികളുടെ കഥ എഴുതാൻ കാത്തു നടക്കുക. അവിടെ 7ാമത്തെ കണ്ട് നോവലായി. അങ്ങനെ പിന്നെ ഞാൻ സുനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. സുനിലേട്ടൻ അവിടുന്ന് എനിക്ക് അവിടെ US നേവിക്കകത്ത് പാസ്സൊക്കെ റെഡിയാക്കി തന്ന് അവിടെ ജോലിക്കും വെച്ച് തന്നെ. പിന്നെ നല്ല ഞാൻ ചെയ്യാത്ത ജോലിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ
എനിക്ക് സ്വർഗം കിട്ടിയ പോലൊരു ജോലി അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. കാരണം നേരത്തെ നിന്ന ജോലിയിൽ നിന്ന് അപേക്ഷിച്ച് രണ്ടാമത്തെ ജോലി സുഖമായ ജോലിയാണ്. ഇത് എന്തുകൊണ്ട് സുഖമാണ്, പിന്നെ അവർ നോക്കാനും കാണാനും ഒന്നുമില്ല. അവിടുന്ന് ഈ അലൂമിനിയം പാട്ട, പ്ലാസ്റ്റിക് ബോട്ടൽ, ഈ ഇംഗ്ലീഷുകാർ US നേവിയല്ലേ, നേവിക്കകത്ത് അവർ കുടിച്ചിട്ട് ഇങ്ങനെ ബിന്നുകൾ വെച്ചപ്പോണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പിറക്കിയെടുത്ത് നമ്മൾ റീസൈക്ലിങ് ചെയ്യാനുള്ള ഇത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് ഒരു കവർ ചെയ്ത് അവിടെ കൊണ്ട് വെക്കുന്നൊരു ജോലിയുണ്ട്. സുഖമായ ജോലിയായിരുന്നു. എന്നാലും ഞാൻ അന്നേരം പിന്നെ ആലോചിക്കാതെ സൂര്യേട്ടൻ പറഞ്ഞ് ഞാൻ ആ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ജോലി എന്ത് സ്വർഗം കിട്ടിയ ജോലിയാണ്. എന്നാൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞപ്പോഴല്ലേ എനിക്കിത് ജോലി മേടിച്ചു വന്നത്. അങ്ങനെ പിന്നെ ഇത് ഉടനെ ഇയാളടുത്ത് ചെന്ന് പറഞ്ഞു വിവരങ്ങൾ. ഇതുപോലെ ആ ഒരു സംഭവം ഉണ്ട്, പിന്നെ നജീബ് എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ ഉണ്ട്, ഞാൻ ജോലി വെച്ച് കൊടുത്ത് ആട് മേയ്ക്കലൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത കഥ തിന്ന് പുള്ളിയടിച്ചെന്ന് പറഞ്ഞു. അന്നേരം ബെന്യാമിൻ സാറ് പിന്നെ ഉടനെ തന്നെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ ഞാൻ പണിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഞാൻ വണ്ടി തെളിക്കൊണ്ട് അതിനകത്തൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക. അപ്പോൾ എൻ്റെ പറയാൻ ബുക്കുമായിട്ട് നടന്ന് കുറേട്ട് 1 വർഷത്തോളമെങ്കിലും ആയി കാണും എടുത്ത് എഴുതിയാണ് ഈ നോവൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ നോവൽ എഴുതുന്നത്. അപ്പം നമ്മളിത് നോവലിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ നോവലിങ്ങനെ വരുമെന്നൊന്നും നമ്മുടെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ നോവൽ ഒരു ദിവസം ഇങ്ങനെ ബുക്ക് പ്രകാശനം ചെയ്യപ്പോഴാണ് അറിയുന്നത് ആടുജീവിതം എന്ന നോവൽ ഇതൊന്നും എനിക്ക് ആദ്യമായിട്ട് ഒരെണ്ണം തരുന്നത്. അപ്പോൾ അത് ആ നോവൽ ഒരുപാട് ഏറ്റവും കൂടുതൽ ഇപ്പം വിറ്റുമാറിയ നോവലാണ് ആടുജീവിതം എന്ന നോവൽ. എത്രയോ എപ്പിസോഡും കണ്ടായി. പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പം ബെന്യാമിൻ സാർ പ്രത്യേകം വിളിച്ചിട്ട് എന്തെങ്കിലും പുള്ളിക്കുണ്ടായ എന്തെങ്കിലും അനുഭവം, അതായത് ഇപ്പം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്ക് ഇമോഷണലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളി കടന്നുപോയ ഇപ്പം നജീബിക ഇപ്പം നമ്മൾ നോവൽ എഴുതുന്ന സമയത്ത് ഓരോന്ന് പ്രത്യേകം നോട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ എഴുതിക്കൊണ്ടിരുന്ന സമയത്തും വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത് തന്നെയല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്നേരം ചോദിക്കുമായിരുന്നു. പിന്നെ ആളുകൾ ചോദിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ വിഷമമാണോ വരുന്നത് അതോ? വിഷമമാണ് വരുന്നത്. കാരണം പിന്നെ ചോദിക്കുമ്പോഴേ ഇപ്പൊ തന്നെ ഇത് 2 ദിവസം കൊണ്ട് എത്ര വേണ്ടി ആൾക്കാർ ഇവിടെ വന്ന് ഇതിനെ പറ്റി ചോദിക്കുമ്പോഴും നമുക്ക് വിഷമമുണ്ട്. രണ്ടാമത് ബഹറിന് പോവാൻ വരെ പേടിയുണ്ടായിരുന്നെങ്കിലും വേറെ രണ്ടാമത് എനിക്ക് പോകാൻ പേടിയുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ ജീവിത രീതി ഇവിടുത്തെ വീട്ടിലെ അവസ്ഥയൊക്കെ അനുസരിച്ച് പിന്നെ പോകാതിരിക്കാനും പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റത്തില്ലെങ്കിലും പിന്നെ എൻ്റെ ഒരു അളിയൻ കൊണ്ടുപോകല്ലേ, അതുകൊണ്ട് എന്തായാലും ഇതുപോലെ വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ അളിയൻ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ചതിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത് തന്നെ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലങ്ങളാണ്, അവിടെ വലിയ ചെറിയൊരു രാജ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോയി ചെന്ന് അവിടെ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാളെ കാണുന്നതും പുള്ളിയേട്ടനെ കാണുന്നതും ജോലിക്ക് ചോദിക്കുന്നതും ജോലി വാങ്ങിച്ചായിരുന്നതും ഒക്കെ. ആദ്യത്തേതാണെങ്കിലും അറബി വന്നിട്ട് ഈ അർബാബ് എന്ന് പറയുന്ന പുള്ളി വന്നിട്ട് ചതിച്ചു കൊണ്ടുപോയായിരുന്നല്ലോ. ശരിക്കും വിസയുടെ ആളതല്ലായിരുന്നല്ലോ. അവിടെ ജയിലിൽ അവിടെ നിന്ന് അവര് പ്രത്യേകിച്ച് റീഹാബിൽ പുനരധിവാസിക്കാൻ നിന്ന സമയത്തല്ലേ അറിയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഹക്കീമിനെ അദ്ദേഹത്തിന്റെ അർബാബ് വന്ന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നജീബിക്കയുടെ വിസയുടെ ശരിക്കുള്ള ആളിതല്ല എന്നറിഞ്ഞു. അപ്പൊ അന്നേരം എന്തായിരുന്നു സന്തോഷമായിരുന്നോ അതോ? അന്നേരം അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇങ്ങനെ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ നോക്ക് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ജയിലിനകത്ത് നിന്ന്. ചാടി വന്നവരെ ഓരോരുടെ സ്പോൺസർമാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേ നമ്മളെയും പിടിച്ച് ഒരാളിങ്ങനെ നോക്ക് പോകുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ശരീരം കിടന്ന് വിറയ്ക്കുക. പിടിച്ചു പോയാൽ പിന്നെ തീർന്നു, പിന്നെ നമുക്ക് ജീവിതം ഇല്ല. അങ്ങനെ അന്നേരം നമ്മൾ അന്നത്തെ ആ രംഗമൊന്നും പറയാൻ പറ്റാത്ത രംഗങ്ങളാണ് ആ രംഗം. കാരണം അത്രയ്ക്ക് ഫീലിംഗ് ഉള്ള രംഗമാണ് അത്. കാരണം ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അറിവുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിർത്തും. അവരെന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് പോകുന്നത്. അത് ആഴ്ച 2 ദിവസം 3 ദിവസം കണ്ട് ഇങ്ങനെ നിർത്തും. പുറത്ത് ഹക്കീം എന്ന് പറഞ്ഞ ഈ കഥയിൽ പറഞ്ഞുള്ള ആള് ശരിക്കും ഉള്ള ആളാണോ? അത് പിന്നെ അങ്ങനെ ഇതില്ല. പിന്നീട് എങ്ങനെയായിരുന്നു? തിരിച്ചു വന്നു, ബഹറിനിൽ പോയി, അതിനുശേഷമുള്ള ജീവിതത്തിന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. പുതിയ പ്രതീക്ഷകളായി, പുതിയ ജീവിതമായി. എങ്ങനെയായിരുന്നു പിന്നീടുള്ള ജീവിതം? എങ്ങനെയായിരുന്നു അവിടുന്ന് റിയാദിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു, പിന്നെ ഇവിടെ വന്നു, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി ബഹറിനിൽ പോയി. പിന്നെ എങ്ങനെയായിരുന്നു ജീവിതമൊക്കെ? അത്യാവശ്യം പ്രതീക്ഷയുള്ള നല്ല ലൈഫ് അല്ലായിരുന്നു? പിന്നെ ഞാൻ 5 വർഷം ഇവിടെ നിന്ന് പിന്നെ അങ്ങനെ ഒരു കുട്ടി ഇവിടെ ആയിരുന്നു. ഇപ്പൊ 2 പേര്, ഒരു പെണ്ണൂരാണ്. മൂത്ത ആണായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു പെൺകുട്ടിയും കൂടെ ആയി.
അപ്പോഴേ ഒരു പെണ്ണൂടായില്ലേ, ഇന്നലെ പിന്നെ 2 പിള്ളേരുമായി, പിന്നെ ഞങ്ങൾക്കൊരു കുടുംബമൊക്കെ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് വേറെ വസ്തുവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് പോയാണ് ഇപ്പോൾ ഈ 5 സെൻറ്റ് സ്ഥലവും ഈ വീടൂടെ വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ച് മോളെയും കല്യാണം കഴിച്ച് അങ്ങനെ 10-20 വർഷത്തെ ആ ബഹ്റൈനിലെ ജീവിതമാണ് ഇത്രയും സംഭവം. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ നമ്മൾ ഇതുപോലെ കൂലിപ്പണി ചെയ്തിങ്ങനെ ജീവിക്കുക. കൂലിപ്പണി എല്ലാം കടിഞ്ഞാറിങ്ങനെ നീട്ടാൻ പോകുന്നത്. അവരുടെ കൂടെ ഞാനും പോയി സഹായിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ പോകുന്നു. ആ ജീവിതമൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. വീട്ടുകാരൊക്കെ എന്തായിരുന്നു, തിരിച്ച് വരുവോ, എങ്ങനെയായിരുന്നു തിരിച്ച് വന്നപ്പോ ഇവിടുത്തെ ആളുകൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇവിടെ അന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ അപ്പുറത്തായിരുന്നു. അപ്പോൾ വന്ന് കയറുമ്പോൾ എല്ലാവരും ഇവിടെ പൊട്ടിയൊരു കരച്ചൽ. വാപ്പായി ഉണ്ടായിരുന്നു. വാപ്പായ്ക്ക് ഹാർട്ടിൻ്റെ അസുഖമുള്ള ആളായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഫീലിങ്ങുകളൊക്കെ ആയപ്പോൾ പിന്നെ ഇതാ കൂടി അങ്ങനെയാണ് വാപ്പ മരിച്ചത്. അങ്ങനെ ഈ കുട്ടി എന്താണ് വാപ്പ എന്ന് പറയും, എൻ്റെ വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ തിരിഞ്ഞ് എൻ്റെ വാപ്പ അല്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. തിരിച്ച് അവനൊരു മുട്ടായി പോലും എനിക്ക് ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല. ഇത്രയും നാൾ ഗൾഫിൽ നിന്നിട്ട് അവിടെ ഈ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടിട്ട് അവനെ എൻ്റെ അടുത്ത് ഞാൻ എന്താ പറയാൻ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെല്ലാം ഇവിടെ കൂടി അതിലൊക്കെ മുട്ടയടിച്ച് ആപ്പാട് ഇതായിട്ട് നിൽക്കുമല്ലേ. എല്ലാവരും എൻ്റെ പിന്നെ ബന്ധുക്കളെല്ലാം വന്ന് കാണാനായിട്ട്. തിരിച്ചു വന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലായിരുന്നു. അതെ, അങ്ങനെ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുക. തിരിച്ച് അതായത് ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും തിരിച്ചു വരാൻ ഈ വീട്ടുകാർ ഒരു വലിയ ഘടകമല്ലായിരുന്നു. കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമായിരുന്നു. ആന്ന് കുടുംബം എന്ന് പറയുന്നത് അവര് പ്രാർത്ഥനയായിരുന്നു. ഇനി പോകാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഇതിനെ അതിൻ്റെ ഏത് പറ്റി ഇപ്പം പിന്നെ പള്ളിയിലായാലും ഇപ്പം ഈ നോക്കുന്നിടത്തൊക്കെ പോയി നോക്കുമായിരുന്നു. ഇങ്ങനെ പോയിട്ട് ഒരു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് തിരിച്ചു വരും. അങ്ങനെ സന്തോഷം നമ്മുടെ ഭാര്യ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട്, ഞെട്ടിയുണരാറുണ്ട്. ഇങ്ങനെ ഒരു ഈ ഷോക്ക് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ. അപ്പൊ അതിനെ എങ്ങനെയാണ് ഓരോ ദിവസം ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? എങ്ങനെയാണ് ഓരോ ദിവസം പിന്നെ ഇപ്പം ഇങ്ങനെ ഞെട്ടി ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ നാട്ടിലത്തെ ജീവിതം ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ഞെട്ടി ഉണരാറുണ്ട്. ഈ ആമത്തെ തോന്നുന്നു കാണുമ്പോഴൊക്കെ ഞെട്ടി ഉണരാറുണ്ട്. ഇന്നിപ്പം നമ്മുടെ ഇവിടെ നാട്ടിലിപ്പോൾ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എത്ര വർഷം എടുത്തു അങ്ങനെ ഒരു ഇതിൽ നിന്ന് തിരിച്ച്? അത് കുറച്ച് നാളെടുത്തങ്ങ് ഇത് വന്ന് മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടി, ആ ഭയം മാറാൻ വേണ്ടി. ഇപ്പോഴും ആ ഭയം ഉണ്ട് ഉള്ളിൽ. എന്നാലും അന്ന് അടുപ്പ് ചിലപ്പോൾ എന്നും ആ ഭയത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അതുണ്ട്. അപ്പോൾ അത് നമ്മളൊരിക്കലും രക്ഷപ്പെടുത്തില്ലായിരുന്നല്ലോ എന്നുള്ള ചിന്തയും മറ്റേ അതിൻ്റെ ആ ക്രൂരതൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരിക. ഈ പാമ്പിനെ കൊല്ലുന്നതും പാമ്പിനെ നമ്മൾ കടിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർത്തോർത്ത് ഇപ്പോഴും കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓർക്കുക കാര്യങ്ങളൊക്കെ. എങ്ങനെയാ മക്കളൊക്കെ ഇപ്പം രണ്ടുപേരും ചെയ്യുന്നത്? മോൻ ഇവിടെ ലുലുവിലായിരുന്നു, എറണാകുളത്ത് ലുലുവിലായിരുന്നു. അവിടുന്ന് പിന്നെ ഒമാനിൽ പോയി എന്നിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ അവൻ്റെ മോൻ്റെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പ്രസവിച്ചപ്പം മുതലേ അവന് തലയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇവിടെ എസ്റ്റേറ്റിലായിരുന്നു തിരുവനന്തപുരത്ത്. അന്നേരം അതുകൊണ്ട് അവിടുന്ന് അവന് തിരിച്ചു പോകുന്നു. ലുലുവിൽ അവിടെ ജോലി തിരിച്ചു പോയിട്ട് 7 മാസം നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ഇപ്പോൾ അവൻ്റെ അവിടെയുള്ള കൂട്ടുകാരെല്ലാവരും കൂടെ പിന്നെ നെസ്റ്റോ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ. അപ്പോൾ അവിടത്തേക്ക് വിസ എടുത്ത് അങ്ങനെ പോയേക്കോ. ഇപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി കാണും. മോളെ കെട്ടിച്ച് മോളെ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഈ അടുത്തൊരു 3-4 കിലോമീറ്ററേ ഉള്ളൂ ദൂരം. അവിടെ കെട്ടിച്ചേക്കുന്നത്. ഇപ്പം ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ ഇവിടെ നിൽക്കുക. അപ്പോൾ പ്രവാസ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു. ആദ്യത്തെ ജീവിതം നമ്മൾ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചിരുന്നത് രണ്ടാമത്തെ പ്രവാസ ജീവിതം കെട്ടിപ്പടുത്താൻ സഹായിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള അവസരങ്ങൾ കിട്ടി. 2 പ്രാവശ്യം ഞാൻ പിന്നെ കേരള ലോകസഭയിൽ പോയി. അത് അവിടുന്നാണ് പോയത്, ബഹ്റൈനിൽ നിന്ന്. അങ്ങനെ ഫ്രീ ആയിട്ട് ഒരേ ആഴ്ച ഇവിടെ വന്ന് തിരിച്ചു പോകാനുള്ള അവസരം എല്ലാം കിട്ടി. അവിടെ പോയി എല്ലാവരുമായിട്ട് സംസാരിക്കാനും സഹകരിക്കാനും VIP-കളൊക്കെ ആയിട്ട് കൂടാനെല്ലാം പറ്റി. ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു കറുത്ത ചാപ്റ്റർ പിന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ പറ്റി. ഇപ്പൊ നോവൽ വായിക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാർ വായിക്കുന്നതിനൊക്കെ, നമ്മളിപ്പോ സിനിമ എല്ലാവരും ചലച്ചിത്രം കാണുന്ന ആളുകളാണ്, വായിക്കുന്ന ആളുകൾ കുറവാണ്. അതുപോലെ കേരളം മുഴുവൻ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആടുജീവിതം മാത്രമാണ്. നജീബിക്കയുടെ കഥ ശരിക്കും കാണാൻ വേണ്ടി ആളുകൾ ഇരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇത് അറിയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവും. അപ്പൊ അതോർത്ത് സന്തോഷിക്കുക, ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു വകയാണത്.
പൃഥ്വിരാജ് വിളിച്ചിരുന്നോ? പൃഥ്വിരാജ് വിളിച്ചതല്ല, പിന്നെ പൃഥ്വിരാജിന് അവിടെ റാന്നിലൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലാസ്റ്റ് ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ. അപ്പോൾ അവിടെ എന്നെ വിളിപ്പിച്ചായിരുന്നു. വിളിച്ച് ഞാനവിടെ പോയി പൃഥ്വിരാജുമായിട്ട് ഒരു 10-20 മിനിറ്റ് ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ച് പറഞ്ഞ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. സന്തോഷമാണ്. സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കുടുംബമായിട്ട്. പിന്നെ ഇപ്പോൾ അവിടെ ഇപ്പോൾ ട്രയൽ കാണിച്ചല്ലോ. ട്രയൽ കാണിച്ചപ്പോഴ് ഇതിനകത്ത് ഞാനന്നാ മരുഭൂമി കിടന്നുകൊണ്ട് എൻ്റെ സഭയെത്തിയത് ഇങ്ങനെ വിളിക്കുന്ന ഒരിതുണ്ട്. മരുഭൂമിയിൽ കടലിൽ കിടന്നുകൊണ്ട് ഞെട്ടിങ്ങനെ ഉണരുന്നതായിട്ടുള്ള ഒരു. അപ്പോൾ അന്നേരം ഞാൻ അന്നേരം പക്ഷെ അവിടെ ഇങ്ങനെ ഫ്രണ്ടിലിരുന്നപ്പോൾ ആ രംഗം ഇങ്ങനെ വരുമായിരുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ വലിയ സൗണ്ടോടുകൂടി എൻ്റെ സൈനു എന്ന് പറഞ്ഞൊരു വരവുണ്ട്. ഞാനന്ന് സഭയെത്തിയെന്ന് പറഞ്ഞ് പറയുന്നത് എൻ്റെ സൈനു എന്ന് പറഞ്ഞ പൃഥ്വിരാജ്. അന്നേരം എനിക്കങ്ങ് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയത്. അന്നേരം ഞാൻ അവിടുത്തെ ആ കാര്യം ഓർത്ത് നല്ല ഇതായിട്ടായി പിടിച്ചിരിക്കുന്നു. സിനിമ നല്ല രസത്തിലാണ് പിടിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാൻ വെയിറ്റിംഗ് ആണ് എല്ലാവരും, മലയാളി പ്രേക്ഷകരും അല്ലാത്തവരും. അതായത് ഒരു ലോക സിനിമയിൽ തന്നെ മലയാള സിനിമയുടെ ഒരു ചരിത്രം മാറ്റി. മലയാള സിനിമയിലെ കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി. മോഹൻലാല്, അമല പോള്, പൃഥ്വിരാജിന്റെ അമ്മ, എല്ലാവരെയും കണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റി. എല്ലാം നല്ല ഇതായിരുന്നു. മലയാള സിനിമയുടെ ഒരു തലവര മാറ്റാൻ കഴിവുള്ള ഒരു സിനിമയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അത് സ്വന്തം ജീവിതമാകുമ്പോൾ അത് കുറച്ചും കൂടെ അഭിമാനിക്കാനുള്ളതാണ്. ഞാൻ കാരണം ഒരു പുതിയൊരു കഥ സിനിമയ്ക്ക് ഒരു പുതിയത് വരുമ്പോൾ അപ്പോൾ അത് ഒരു സന്തോഷിക്കാനുള്ള വകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, ഞങ്ങളും കാത്തിരിക്കുകയാണ് സിനിമ കാണാൻ.